ലോകത്ത് സമാധാനം ഉണ്ടാകണമെന്ന് അമേരിക്ക എപ്പോഴെങ്കിലും ആഗ്രഹിച്ചതായി ചരിത്രത്തിലില്ല. ഇവിടെ പല ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും അമേരിക്കൻ ഭരണകൂടമുണ്ടോ? അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് സമാധാനം ഉണ്ടാവുന്നതല്ല അവർക്ക് ഗുണം. അവർക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ലോകത്ത് യുദ്ധം ഉണ്ടാവണം. കാരണം അത് വ്യാപാരവും മറ്റു സംഗതികളുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സുപ്രീമസിയാണ്. പ്രത്യേകിച്ചും കോൾഡ് വാറിന് ശേഷം അമേരിക്കയ്ക്ക് സുപ്രീമസി സ്ഥാപിക്കണമെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ വെല്ലുവിളിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ അവരെ കൗണ്ടർ ചെയ്താൽ മാത്രം പോരാ, ഇപ്പോൾ സ്വന്തമായി കാണിക്കണം. മാത്രമല്ല, അന്ന് അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന നാറ്റോ രാജ്യങ്ങളൊന്നും ഇപ്പം അത്ര ഉറച്ചില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ അവരുടെ സ്വാതന്ത്ര്യം പല രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഒരുപാട് നയങ്ങൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളത്. ഇപ്പോൾ യുക്രൈൻ പോലെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ചെച്നിയ പോലെയുള്ള വിഷയങ്ങൾ ഒക്കെ വരുമ്പോഴും അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഒരു സംഘർഷമുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പ്രിഡോമിനൻസ് കാണിക്കണമെങ്കിൽ, അവരുടെ ആധിപത്യം, ഹെജമണി കാണിക്കണമെങ്കിൽ അവർക്ക് ലോകത്ത് യുദ്ധം ഉണ്ടാവണം, സംഘർഷം ഉണ്ടാവണം. ആ സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കണം. അതിൽ നിന്നാണ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.